ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് B.Ed ഫസ്റ്റ് സെമസ്റ്ററിലെ കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷനിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷണൽ കോണ്ടസ്റ്റ് എന്ന യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ കണ്ടംപററി ഇന്ത്യയിലെ എഡ്യൂക്കേഷന് എങ്ങനെയാണ് എന്നുള്ളതും കോൺസ്റ്റിറ്റ്യൂഷണൽ കോണ്ടസ്റ്റിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നതും എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ടറി പാർട്ടാണ് എഡ്യൂക്കേഷൻ. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ, മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ, ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ, നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ഫങ്ഷൻസ്, എയിംസ് ഒക്കെയാണ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയാനുള്ളത്. ഓക്കെ, നമുക്ക് മീനിങ് ഓഫ് ഡെഫിനിഷൻ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. നമുക്ക് മീനിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. ദ എറ്റിമോളജിക്കൽ മീനിങ് എന്ന് പറയാനുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള എഡ്യൂക്കേറ്റം ഓർ എഡ്യൂക്കെയർ എന്നീ വേർഡ്സ് നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന ഇംഗ്ലീഷ് വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ എഡ്യൂക്കേറ്റം ഓർ എഡ്യൂക്കെയർ എന്ന വേർഡ്സിൻ്റെ മീനിങ് പറയുന്നത് ദ ആക്ട് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ടു റൈസ് എന്നൊക്കെയാണ് ഈ വേർഡിന്, എഡ്യൂക്കേറ്റം എഡ്യൂക്കെയർ എന്നുള്ള വേർഡിനൊക്കെ മീനിങ് വരുന്നത്. The word education has originated from another Latin term educere. അതായത് ഇവിടെ ഈ പോയിന്റിൽ പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിറൈവ് ചെയ്തതാണ്. എഡ്യൂക്കേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്തതെന്താ, അവിടെ എന്താ മാറ്റം എന്ന് പറയുന്നത്, ഡിറൈവ് എന്ന് പറയുന്നത് ഒരു മുമ്പ് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരു പുതിയ കാര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഡിറൈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിറൈവ് ഇംപ്ലൈസ് പ്രയർ എക്സിസ്റ്റൻസ് ഇൻ അനദർ ഫോം, അതാണ് ഡിറൈവ്ഡ് എന്ന് പറയുന്നത്. ബട്ട് ഒറിജിനേറ്റഡ് എന്ന് പറയുന്നത് ഇംപ്ലൈസ് എ ഡെഫിനിറ്റ് സോഴ്സ് ഓർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ആദ്യം ഒറിജിനേറ്റ് ചെയ്തിട്ടാണ് പിന്നെയാണ് ഡിറൈവ് ചെയ്തെന്നുള്ളത്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡ്, ഇംഗ്ലീഷ് വേർഡ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തതും എവിടെ നിന്നാണ്, ലാറ്റിൻ ടേം ആയിട്ടുള്ള എഡ്യൂസിയർ എന്ന വേർഡ് നിന്നാണ്. അതെന്താണ് അർത്ഥമാക്കുന്നത്, ടു ലീഡ് ഫോർത്ത്, മുന്നോട്ട്, അല്ലെങ്കിൽ ടു കം ഔട്ട് ആൻഡ് എന്നൊക്കെയാണ്. ടു കം ഔട്ട്, പുറത്ത് വരിക എന്നൊക്കെയാണ് എഡ്യൂസിയർ എന്ന വേർഡിൻ്റെ മീനിങ്. അത് എഡൂക്കോ, അതാണ് വേറൊരു വേർഡായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ആൾസോ ലാറ്റിൻ ടേം. ദ ലെറ്റർ ഇ മീൻസ് ഔട്ട് ഓഫ് ആൻഡ് ഡൂക്കോ ടു ലീഡ്. ആ രണ്ട് ഇയും പ്ലസ് ഡൂക്കോ എന്ന് കൂടിയതാണ് എഡൂക്കോ എന്നുള്ള ഒറ്റ വേർഡായിട്ട് മാറിയിട്ടുള്ളത്. ഇതിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് പോയിന്റ്, എഡ്യൂക്കേഷൻ ഈസ് ടു റെഫർ ബോത്ത് ടു പ്രോസസ് ആൻഡ് ടു എ പ്രൊഡക്റ്റ്. എന്ത് ചെയ്യണുണ്ട്, ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു എഡ്യൂക്കേഷനെ രണ്ടായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിട്ട്, ഒരു പ്രോസസ്സായിട്ടും ഒരു പ്രൊഡക്റ്റായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആസ് എ പ്രൊഡക്റ്റ്, എഡ്യൂക്കേഷൻ ഈസ് ദ സം ടോട്ടൽ ഓഫ് വാട്ട് ഈസ് റിസീവഡ് ത്രൂ ലേണിംഗ്. നമുക്ക് നമ്മൾ ലേണിങ്ങിലൂടെ സ്വീകരിച്ചതിൽ ഉള്ള ഒരു സം ടോട്ടൽ തന്നെയാണ് എഡ്യൂക്കേഷൻ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് കാണുന്നത്. ആസ് എ പ്രൊഡക്റ്റ് പ്രോസസ്സ്, ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് ഡെവലപ്പിംഗ് ദീസ് ഇൻ സംവൺ എൽസ് ഓർ ഇൻ വൺ സെൽഫ്. അതായത് ഒരു പ്രോസസ്സായിട്ട് എഡ്യൂക്കേഷനെ കാണുമ്പോൾ ദ ആക്ട് ഓഫ് ഡെവലപ്പിംഗ്, അത് എന്ത് ചെയ്യണം, ഡെവലപ്പിംഗ് എന്ന ഒരു ആക്റ്റാണ്. ദീസ് ഇൻ സംവൺ, ആ ഡെവലപ്പ് ചെയ്യണത് എന്തിലാവാം, ഒരാളിലോ അല്ലെങ്കിൽ മറ്റൊരാളിലോ അല്ലെങ്കിൽ ഒരാളിലോ ആയിട്ടുള്ള ഡെവലപ്പിംഗ് ആക്ടിനെയാണ് എഡ്യൂക്കേഷന് ഒരു പ്രൊഡക്റ്റായിട്ട് കാണുന്നത്. The next point, education in its wider sense, it is the process of development from birth to death or from womb to tomb. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വൈഡർ സെൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. എന്താണ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ്. ഫ്രം ബർത്ത് ടു ഡെത്ത്, അതായത് നമ്മൾ ജനിച്ചത് മുതൽ മരണം വരെയുള്ള ഒരു ഡെവലപ്മെൻറ്റ്, നമുക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സാണെന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുകയാണ്, നമ്മൾ
ജനിച്ചത് മുതൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫ്രം ബോംബ് ടു ടോം ഇറ്റ് ഈസ് ദ വേർഡ്സ് ഓഫ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹം പറയുന്നത് നമ്മൾ ഗർഭാശയത്തിലാവുമ്പോൾ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അത് നമ്മൾ എവിടെ വരെ പഠിക്കുന്നുണ്ട്? ടു ടോംബ്, കുഴിമാടം വരെ നമ്മൾ പഠിക്കണമെന്നുണ്ട് എന്നാണ് അരിസ്റ്റോട്ടിലിൻ്റെ വേർഡ്സിൽ.